ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഇന്ന് കോളേജ് 9 മണിക്കാണ്, 9 മണി 3 മണി വരെ അങ്ങനെ എന്താണ്. അപ്പം ഇന്നൊരു കുർത്തിയാണ് ഇടുന്നത്. ഈ കുർത്തിയാണ് ഇടുന്നത് ഗൈസ്. ഇതിലിങ്ങനെ തത്തയുണ്ട്, കുറേ താക്കോലുണ്ട്, കുറേ ലോക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു പച്ച കളർ കുർത്തി. അപ്പോൾ ഈ കുർത്തിയാണ് ഗൈസ് ഇടാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ ഒന്നെങ്കിൽ ലെഗിങ്സ് ഇടും, അല്ലെങ്കിൽ ഒരു ജീൻസ് ഇടും. അപ്പം ഞാൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അപ്പം നമുക്ക് ഈ മോയ്സ്ചറൈസിങ് ക്രീമിനൊക്കെ ഹിമാലയൻ്റെ കയ്യിലും മൂക്കിലൊക്കെ ഇങ്ങനെ തൊലി പോകാൻ തുടങ്ങി. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെയിൽ പോവും, പെട്ടെന്ന് തന്നെ വെയിൽ വരും. പിന്നെ രാത്രിയാണെങ്കിൽ നല്ല തണുപ്പാണ്. അതുകൊണ്ട് അതൊന്നും മൂക്കിലൊക്കെ ഇങ്ങനെ തൊലി പോകുന്നത്. നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യുക, കയ്യിലൊക്കെ കുറച്ച് തേക്കുക ഗൈസ്. കാരണം ഒക്കെ ഭയങ്കര സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം സ്കിന്ന് ഡ്രൈ ആവുന്നുണ്ട്, മുടി കൊഴിയുന്നുണ്ട്. കാരണം വെള്ളം ഇവിടെ മറ്റേ ഈ ടാങ്കറിൽ കൊണ്ടുവരുന്ന വെള്ളമാണ്, അതിനെ കൊണ്ട് കുടിച്ചിട്ട് പിന്നെന്താ പറയുക. അതുകൊണ്ട് ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുടിക്കാൻ വെക്കുന്ന വെള്ളം ബോട്ടിലിൽ നിറച്ച് കൊണ്ടുപോയിട്ടാണ് ഗൈസ് തല കുളിക്കുന്നത്. അതാണ് അവസ്ഥ. എല്ലാം തിരിച്ച് നാട്ടിൽ പോകുന്ന സമയത്ത് മൊട്ടച്ചിയായിട്ട് പോകേണ്ടി വരും. അപ്പം നമുക്ക് കയ്യും മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. പിന്നെന്താ പറയുക, സ്കിന്ന് ഡ്രൈ ആവുന്ന തണുപ്പ് അതിനെ കൊണ്ടാണ് തോന്നുന്നത്. കൈയും കാലും ഒക്കെ ഉണ്ട്, അങ്ങനെയാണ്. നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് സൺസ്ക്രീൻ തേച്ച് കൊടുക്കാം ഗൈസ്. ഇതിൻ്റെ വില ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാവുന്നത്. കാരണം വീട്ടിലൊക്കെ ആവുന്ന സമയത്ത് നമ്മളൊന്ന് പുറത്ത് പോകണമെങ്കിൽ ഒന്നെങ്കിൽ വണ്ടി ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക ബസ് കയറിയിട്ടോ അങ്ങനെയൊക്കെയല്ലേ പോവുക. നടക്കേണ്ടി ഒന്നും സിറ്റുവേഷൻ ഇല്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഗൈസ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇടക്ക് പെട്ടെന്നാണ് വെയിൽ വരിക. അതാണെങ്കിൽ അമ്മാതിരി വെയിലായിരിക്കും. വെയിലിന് ചൂടല്ല, പക്ഷെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മളങ്ങനെ ഭയങ്കര കുത്തുന്ന രീതിയിലത്തെ വെയിലായിരിക്കും ഗൈസ്. അപ്പം സൺസ്ക്രീൻ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇവിടെ വന്നിട്ട് തന്നെ കുറേ ടാൻ അടിച്ചിട്ടുണ്ട്, മുഖവും കൈയും ഒക്കെ നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ട്. അപ്പം സൺസ്ക്രീൻ തേച്ചിട്ട് വരെ ടാൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ സൺസ്ക്രീനും തേച്ച് കൊടുക്കാം. എല്ലാവരും ടാൻ അടിച്ചിട്ടുണ്ട്, അതാണ് ഒരു സമാധാനം. സോ സൺസ്ക്രീൻ മുഖത്ത് തേച്ചു, ഇനി കയ്യിലും കൂടെ തേക്കാം. അല്ലേ കൈ ടാൻ വരുന്നത്, നമ്മൾ സ്ലീവ്ലെസ് അല്ലേ, തന്നെ വരുന്നുമില്ല. ഓക്കെ, ഈ ക്ലാസ്സൊക്കെ കറക്റ്റായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം. ഞങ്ങൾക്ക് 9 മുതൽ 5 മണി വരെ ക്ലാസ്. അപ്പോൾ അതുവരെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകണം. പുറത്തേക്കെന്നല്ല, ഇപ്പം ഞങ്ങളുടെ കോളേജിൻ്റെ ഈ ഒരു പരിസരം വിട്ട് പോകണമെന്നാണെങ്കിൽ തന്നെ ഞങ്ങൾ ഭയങ്കര ഉള്ളിലേക്കാണ്. ബാംഗ്ലൂർ മിക്ക ക്യാമ്പസുകളും ഉള്ളിലേക്ക് തന്നെയാണുള്ളത്. കാരണം അത്രമാത്രം സ്പേസും കാര്യമുള്ളതിനെ കൊണ്ട് അവർക്ക് സ്ഥലം കിട്ടൂലല്ലോ സിറ്റിയിലൊന്നും വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഉള്ളിലേക്കുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പസ് തന്നെ 120 ഏക്കേഴ്സോ അങ്ങനെ എന്തോ ആണ്. 120 ഏക്കേഴ്സിൽ വെക്കണമെങ്കിൽ അവർക്ക് ഒരിക്കലും സിറ്റീൻ്റെ നടുവ് കൊണ്ടുപോയി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഭയങ്കര ഉള്ളിലേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് എങ്ങോട്ടേക്കും പോകണമെങ്കിലോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലെ കുറേ ദൂരം പോകാനുണ്ട്. അപ്പം ഞങ്ങളെന്താ ഊബറൊക്കെ പിടിക്കണമെങ്കിൽ തന്നെ ഭയങ്കര ക്യാഷാണ് ക്യാബ് ബുക്ക് ചെയ്യണമെങ്കിൽ. അപ്പം ഞങ്ങൾ കുറച്ച് നടക്കും, എന്നിട്ട് ഒരു സ്ഥലത്തുനിന്ന് ബുക്ക് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കുറയുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ഭയങ്കര എക്സ്പോഷറാണ് ഗൈസ് സൺലൈറ്റുമായിട്ട് ഞങ്ങൾക്കിപ്പം. എന്നിട്ട് എല്ലാവരും ടാൻ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗൈസ് കുറച്ച് സ്ട്രോബ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക ചീക്സിൻ്റെ മേലെ, ഒന്ന് തിളങ്ങട്ടെ. ഇത് എൻവൈബയുടെ സ്ട്രോബ് ക്രീമാണ് ഗൈസ്, റോസ് ഡയമണ്ട് അതാ ഷെയ്ഡ്. ഞാൻ ജസ്റ്റ് ഈ ചീക്സിൻ്റെ മേലെ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ ഗൈസ്, വേറെ ആയിട്ടും ചെയ്യുന്നില്ല. വേറെ എല്ലായിടത്തും ചെയ്ത് ഓവറായിപ്പോൾ. കുറച്ച് നമുക്ക് മൂക്കിന് മേലെയും കൊടുക്കാം. ഓക്കെ, ബാക്കി ഇറക്കി ഇവിടെ നിൽക്കാം. ഓക്കെ, അപ്പം ഇനി
ലിപ് ബാം എടുത്തിട്ട് തന്ന് ചെണ്ടലത്തേക്ക്. അതുപോലെ ലിപ്പും നല്ല രീതിയിൽ ഡ്രൈ ആവുന്നുണ്ട്, ഒക്കെ ഡ്രൈ ആവുന്നുണ്ട്. തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ അമ്മയ്ക്കും അമ്മയ്ക്കും തന്നെ മനസ്സിലാവില്ല. നമുക്ക് കണ്ണ് എഴുതി കൊടുക്കാം. ഞാൻ എപ്പം കണ്ണെഴുതിയാലും ഒരു കണ്ണ് ഒരു കൊലത്തും വേറെ കണ്ണ് വേറെ കൊലത്തിലാണ് വരിക ഗൈസ്. ഒരു കണ്ണ് മര്യാദയ്ക്ക് എഴുതി വരുന്ന സമയത്ത് മറ്റേ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ ഗൈസ്, ഇത്ര മതി. ഇന്ന് വാലൊന്നും വേണ്ട. ഞാൻ വാലൊക്കെ ഇടുമ്പോഴാണ് മൊത്തം കോളാവ്. ഓക്കെ ഗൈസ്, കണ്ണപ്പം സക്സസ്ഫുള്ളി എഴുതിയിരിക്കുന്നു. ഇനി എന്തുവാ? ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക്. ഇത് ബ്ലൂ ഹെവൻ്റെ ചോക്കോസ് വേൾഡ് എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കാണ്. നല്ല ലിപ്സ്റ്റിക്കാണ്, നല്ല ന്യൂഡ് ഷെയ്ഡാണ്. ബ്രൗൺ സ്കിന്നൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ ആച്ചാണ്. ആൻഡ് ഗൈസ്, ഇതിന് വെറും 85 അങ്ങനെ എന്തോ 100 ആണ് കിട്ടിയേക്കുന്നത്. 85 അങ്ങനെ എന്തോ ആണ് ഗൈസ്. ആൻഡ് ഭയങ്കര ലോങ് ലാസ്റ്റിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക, ട്രാൻസ്ഫർ പ്രൂഫ് അങ്ങനെയൊന്നും അല്ല. ബട്ട് കുഴപ്പമില്ലാത്ത, നമുക്ക് എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റിയ കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാണ് ഗൈസ്. സോ ഇനി നമുക്ക് ഈ കമ്മലിടാം ഗൈസ്. ഇത് ഞാൻ ഇവിടുന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആൻഡ് ഇതിന് വെറും 60 രൂപയുള്ളൂ ഗൈസ്. 60 രൂപയ്ക്ക് എനിക്ക് കിട്ടിയത്. അയാൾ 80 രൂപ ഇട്ടാ പറഞ്ഞ്, അപ്പം ഞാൻ 2 എടുത്ത്. അപ്പം അത് 60 രൂപയ്ക്ക് തന്ന്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഇങ്ങനെ കുറേ കമ്മലൊക്കെ നല്ല രീതിയിൽ, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിനല്ല ഇവിടെ പല സ്ഥലത്തും ഗൈസ് കമ്മലൊക്കെ നല്ല പൈസ കുറവിന് കിട്ടും. എന്നാൽ ചില സാധനങ്ങൾക്കൊക്കെ ഭയങ്കര കത്തിയാണ് ഒരാവശ്യമില്ലാതെ. അപ്പം നമുക്ക് ഈ കമ്മലിടാം ഗൈസ്. എനിക്ക് കമ്മൽ ഭയങ്കര ഇഷ്ടപ്പെട്ട്. കണ്ട ഗൈസ്, നല്ല രസമല്ലേ ഇട്ടിട്ട്? സോ ഓക്കെ ഗൈസ്, നമ്മുടെ പരിപാടി തീർന്നിരിക്കുന്നു. ഇനി നമുക്ക് കോളേജിൽ പോവാം. ബൈ ബൈ.